ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞങ്ങളുടെ ചെറിയൊരു ഓണാഘോഷത്തിൻ്റെ ഭാഗമായി വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. ആദ്യമേ തന്നെ പറയട്ടെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ കുറച്ച് പായസം ഉണ്ടാക്കി കേട്ടോ. ഡബിൾ ഹോഴ്സിന് ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് വെച്ചിട്ട് പാലട പായസമാണ് ഉണ്ടാക്കിയത്. അതേപോലെ തന്നെ നമ്മുടെ പാലട പായസം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ അമൂലിൻ്റെ മിഠായി മീറ്റാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ തേങ്ങാക്കൊത്തും കൂടി വറുത്തിടുന്നുണ്ട് കേട്ടോ, അതാണ് കാണിക്കുന്നത്. അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും വാങ്ങാൻ പറ്റിയില്ല, രാത്രിയാണ്. ഇന്നലെ അമ്പലത്തിൽ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു, ഓണത്തിൻ്റെ പൂക്കള മത്സരമല്ല, നമ്മുടെ അമ്പലത്തിൽ ചെറിയ ഒരു ക്ലാസ് ഉണ്ട്. ആത്മീയ ദർശൻ എന്നാണ് ക്ലാസ്സിൻ്റെ പേര്. കുട്ടികളെ ആത്മീയമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സാണ്. അപ്പോൾ അതിൽ നമ്മുടെ പിള്ളേരെല്ലാം കൂടി ഞങ്ങൾ തീരുമാനിച്ചിട്ട് ചെറിയ പൂക്കളെ ഇടാൻ വേണ്ടി അങ്ങനെ പോയി. രാത്രിയാണ് എത്തിയത് കേട്ടോ. അങ്ങനെ അപ്പോൾ എത്തിക്കഴിഞ്ഞപ്പം കടകളൊക്കെ അടച്ചു പോയി. പിന്നെ നമ്മൾ അങ്ങനെ ഒന്നും വാങ്ങാൻ ഓർത്തില്ല, വേഗം വീട്ടിലേക്ക് പോരുമായിരുന്നു. അപ്പോൾ ഓടിപ്പിടിച്ച് വന്നപ്പം വാങ്ങി, പെട്ടെന്ന് ഇൻസ്റ്റൻറ്റ് മിക്സാണ് വാങ്ങിയത്. അല്ലെങ്കിൽ നമുക്ക് കടയൊക്കെ വാങ്ങി കഴുകി ഉണ്ടാക്കി ഭയങ്കര പണിയല്ലേ. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആകുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് ആക്കിയാൽ മതിയല്ലോ. ഇത് 30 മിനിറ്റ് കൊണ്ടാവും കേട്ടോ. ജസ്റ്റ് 1.5 ലിറ്റർ പാലിലേക്ക് തിളച്ച പാലിലേക്ക് നമ്മൾ ഈ ഒരു മിക്സും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇളക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, മൂടി വെക്കുക. 30 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ പായസമായി കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കി, സാമ്പാറുണ്ടാക്കി, ചേന കൊണ്ടാട്ടോ ചമ്മന്തി ഉണ്ടാക്കിയത്. സാമ്പാറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സാധാരണ നമ്മൾ സാമ്പാർ ഭയങ്കര കൊഴുപ്പിച്ച് കട്ടിക്ക് ഉണ്ടാക്കുക. ഇപ്രാവശ്യം കുറച്ച് ലൂസാക്കിയാണ് കേട്ടോ ഉണ്ടാക്കിയത്, വലിയ കട്ടിയൊന്നും വേണ്ടാന്ന് വെച്ചിട്ട്. പിന്നെ നല്ല രീതിൻ്റെ ചോറും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കായിരുന്നു കേട്ടോ. ഫാമിലിയിൽ നിന്ന് എൻ്റെ അച്ഛൻ്റെ മൂത്ത പെങ്ങളും പിന്നെ ഞങ്ങൾ തറവാട്ടിലാണ് ഓണം ഇപ്രാവശ്യം ആഘോഷിച്ചത്. അപ്പം അവിടെ താഴെ തന്നെ അച്ഛൻ്റെ വേറൊരു പെങ്ങളും കൂടി ഉണ്ട്. അങ്ങനെ 2 പേരും വന്നു. അവിടുന്ന് കുറച്ച് പേര് മക്കളും അനിയന്മാരും ചേട്ടനും ഒക്കെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അത് പിന്നെ ചേനയുടെ ചമ്മന്തിക്ക് കേട്ടോ എടുത്ത് തുറന്ന് കാണിക്കുന്നത്. അന്നേരം വീഡിയോ എടുത്തപ്പം പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആയതുകൊണ്ട് പല മിസ്റ്റേക്സും ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. ബാക്ക്ഗ്രൗണ്ട് ഒന്നും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ വെച്ചിട്ട് ഫോണ് തിണ്ടിൻ്റെ മുകളിലൊക്കെ വെച്ച് കാണിക്കുന്നതുകൊണ്ട് ക്ലാരിറ്റി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ വീഡിയോ എടുക്കാൻ അങ്ങനെ സമയമില്ലായിരുന്നു, തിരക്കായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ എടുക്കുന്നത്. പിന്നെ കുറച്ച് നാളായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ഒന്നും ഇല്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ പരീക്ഷേൻ്റെ ഭാഗമായിട്ട് തിരക്കായിരുന്നു. ഇപ്പോൾ ഓണാവധിയാണ്, 2-3 വ്ലോഗ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ ഓണാവധിക്ക്. അപ്പോൾ അതെന്തായാലും ഉടനെ വരും കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാം ഭക്ഷണം കഴിച്ചു. പിന്നെ അച്ഛൻ്റെ പെങ്ങളും എല്ലാവരും പോയി കേട്ടോ. അച്ഛമ്മയ്ക്കും ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു കുഞ്ഞി ഓണാഘോഷം.